ഞാൻ ജനവാതിലിൻ്റെ അഴി പിടിച്ച് തൂങ്ങി. വയനാട്ടിലെ ഒരു മനുഷ്യൻ പറഞ്ഞ കഥയാണ്. 100 കഥകൾ. എൻ്റെ മറ്റേ കയ്യിൽ എൻ്റെ ഉമ്മയും തൂങ്ങി. ഇവിടെ ഒരു ഭാഗത്ത് ചുറ്റിക കൊണ്ട് മാതാവിനെ അടിച്ചു കൊല്ലുന്ന മകൻ. ഞാൻ ആ പത്രം വായിച്ച് അന്തം വിട്ടിരുന്നു കുറേ നേരം. എൻ്റെ മനസ്സൊരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. 9.5 മാസം കൊലയാളിയെ ഗർഭത്തിൽ ചുമക്കുന്നവൾ അമ്മ. മാതാവിൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊലയാളിക്കും കാരുണ്യം നൽകുന്നവൾ അമ്മ. അവനെ പ്രസവിച്ച് പേറ്റുനോവോടെ അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ എളിയവൻ എൻ്റെ അമ്മ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കോർക്കുന്നു. ചുണ്ടിൽ ആദ്യദാഹം വൈദ്യുതി തരംഗം പോലെ സ്പന്ദിക്കുമ്പോൾ മാറിടത്തിലെ അമൃതകുംഭങ്ങളോട് തൻ്റെ സന്താനത്തെ ചേർത്ത് പിടിക്കുന്നവരുടെ പേരും അമ്മ. അപ്പോൾ അവരുടെ ശിലകൾ ചേർന്ന് പാടുന്നൊരു സംഘഗാനമുണ്ട്. നീ അമ്മയാണ്, നീ അമ്മയാണ്, നീ അമ്മയാണ്. അവൻ്റെ കൈകൾ മാത്രമല്ല, കാലിൻ്റെ വിരലുകളും മൂക്കിനോട് ചേർത്ത് വെച്ച് മുത്തം വെക്കുന്നവരുടെ, അതായത് കൊലയാളിയുടെ കാലുകൾ ചുംബിക്കുന്നവരുടെ പേര് അമ്മ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് എന്നൊരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ നിസ്സംഗനായി വിശ്വാധ്യാപകനായ വിശ്വകാരുണ്യമായ പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, നിന്റെ മാതാവിനോട് എന്ന്. ഇന്ന് ദൈവനിഷേധം, മൂല്യനിഷേധം, പെറ്റ തള്ളയെ നിഷേധിക്കൽ. മാതാവ് അവളുടെ സുഖത്തിന് വേണ്ടി, അവളുടെ സെക്സിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിലെന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചു. അതിന് ഞാനിങ്ങനെ അമ്മയെന്നൊക്കെ വിളിച്ചെന്തിന് ബഹുമാനിക്കണമെന്ന പുതിയ പാഠങ്ങളാണ് ക്യാമ്പസുകളിൽ. ഞാൻ ഇന്ന് വരുന്നത് ഒരു ക്യാമ്പസിൽ നിന്നാണ്, കേരളത്തിലെ പ്രശസ്തമായൊരു ക്യാമ്പസിൽ നിന്ന്. രാവിലെ അവിടെയും ഞാൻ പറഞ്ഞു, ക്യാമ്പസുകൾ കുട്ടിച്ചോറാക്കാൻ, അരാജകത്വം സൃഷ്ടിക്കാൻ, ലിബറലിസത്തിൻ്റെ പേരിൽ, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പേരിൽ പെറ്റ തള്ളയെ തള്ളിപ്പറയാൻ, മാതാവിൻ്റെ മുലപ്പാലിൻ്റെ മണം മറക്കാൻ മക്കളെ പ്രേരിപ്പിക്കാൻ പുതിയ കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ അതിനെതിരെയും നമുക്ക് ജാഗ്രതായി കാരുണ്യവത്താകണം എന്നെൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട്. ആ ക്യാമ്പസുകളെ രക്ഷിക്കാൻ. വിവാഹം വേണ്ട, ഒന്നിച്ച് ജീവിച്ചാൽ മതി. അതിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ ക്യാമ്പസുകളാകണമെന്ന് പറയുന്ന ഒരു കാലത്ത് പുതിയ ഒരു കരുണ. കാരണം ഗർഭാശയമാണ് ഏറ്റവും വലിയ കാരുണ്യസ്ഥാനം. എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ, അറബ് ഭാഷയിൽ കരുണക്ക് പറയുന്ന വാക്ക് റഹ്മ എന്നാണ്. നിങ്ങൾക്കറിയാം, അറബി ഭാഷയിൽ ഗർഭാശയത്തിന് പറയുന്ന വാക്കും റഹം എന്നാണ്. പെറ്റ തള്ളയുടെ ഗർഭാശയത്തിന് അറബിയിൽ റഹം എന്നാണ് പറയുന്നത്. കാല് വളർന്നോ, കൈ വളർന്നോ എന്ന് കുഞ്ഞിൻ്റെ കാലുകളിലേക്ക് നോക്കി പുഷ്പലത. ആ കൊല ചെയ്യപ്പെട്ട അമ്മയുടെ പേര് പുഷ്പലത എന്നാണ്. അത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. രണ്ടാമതും ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ പിന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത്? ഒന്നാമത്തേത് മാതാവെന്നറിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ അറിയാനാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. നിസ്സംഗനായി പുണ്യ റസൂൽ മറുപടി പറഞ്ഞു, നിന്റെ മാതാവിനോട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേതും മാതാവെന്നറിഞ്ഞപ്പോൾ ചോദ്യകർത്താവ് വിടാതെ പിടികൂടിയിട്ട് ചോദിച്ചു, പിന്നെ ആര് എന്ന്. നെക്സ്റ്റ് ആളാരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. അപ്പോഴും പുണ്യനബി പറഞ്ഞു, നിന്റെ മാതാവിനോട് എന്ന്. നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിന്റെ പിതാവിനോട് എന്ന്. അടുക്കളയിലെ മെലിഞ്ഞ പെണ്ണ്, കോന്തലയിലെ കരി പിടിച്ച ആ പെണ്ണ്, മെലിഞ്ഞ പെണ്ണ്, അടുക്കളക്കാരി, കൂലി കൊടുക്കാതെ പേരക്കുട്ടികളുടെ വസ്ത്രവും അലക്കുന്ന ആള്, അലക്കുകാരി. മലയാളിയുടെ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവൾ കൊണ്ടുപോയി ലോകത്തിലെ 3 റാങ്കും. അത് കരുണയാണ്. അതുകൊണ്ടാണ് കരുണ ലോകത്ത് വേണ്ടി വരുന്നത്. പക്ഷേ ഫലസ്തീൻ്റെ മണ്ണിൽ ഓമന മക്കളെ കൊന്നൊടുക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാരുണ്യ പ്രവർത്തനം വഴി ലോകേതിഹാസത്തിൻ്റെ ഗിന്നസ് ബുക്കിലേക്കല്ല, ഹൃദയ പുസ്തകത്തിലേക്ക് നിങ്ങൾ കയറുന്നത്. മാനവരാശിയുടെ ഹൃദയ പുസ്തകം, മാനവരാശിയുടെ ഹൃദയത്താളുകളിലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ സ്ഥാനം. നമുക്കാകെ വയനാടിലേക്ക് ചെല്ലുമ്പോൾ ഓർക്കാൻ ആകെയുള്ള ആശ്വാസം അവിടെ ഉടനെ പാഞ്ഞെത്തിയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്,
അവർ മല കയറിയും മല ചവിട്ടിയും അവർ ചളിയിലൂടെ നടന്നും അവരവിടെ നൽകിയ സന്ദേശം എന്നും ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ, ലീഗിൻ്റെ ആദർശത്തിൻ്റെ, ലീഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അസാധാരണ പ്രസ്ഥാനമാണ്. നേതാവാകാൻ വേണ്ടി KSRTCയുടെ ടയർ കുത്തിക്കീറിയ പാരമ്പര്യം മാത്രമുള്ള പാർട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ ഫിറോസ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് സേനയെ ഒരുക്കുന്ന വേളയിൽ ചില അന്വേഷക സംഘങ്ങൾ വന്നതിനെക്കുറിച്ച് വികാരഭരിതനായിട്ട് പറഞ്ഞു. അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഫിറോസിനോട് ഞാൻ പറയുന്നു, അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വെട്ടും കുത്തും നശിപ്പിക്കലും സംഹാരവുമാണ് യുവശക്തി എന്ന് പരിചയപ്പെടുത്തിയ നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രം കണ്ടുമടുത്തവർക്ക് യൂത്ത് ലീഗിൻ്റെ ഈ സ്നേഹഭാഷ്യം, ഈ കാരുണ്യ ഭാഷ്യം അത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മഹത്തായ ഒരു ദിനമാണിന്ന്. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത് മാത്രമല്ല, ആതിഥ്യമരുളിക്കൊണ്ട് യുവ സുഹൃത്തുക്കൾക്ക് നൽകുന്ന ഈ മഹത്തായിട്ടുള്ള ഈ ആദരം കരുണക്ക് നൽകുന്ന ആദരമാണ്, കാരുണ്യത്തിന് നൽകുന്ന ആദരമാണ്. ഞാൻ ജനലിൻ്റെ അടിയിൽ പിടിച്ചു തൂങ്ങി. എൻ്റെ മറ്റേ കയ്യിൽ ഉമ്മയും ചേർന്നിങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ഉമ്മയുടെ അരയോളം, എൻ്റെ ഉമ്മയുടെ കഴുത്തോളം, പിന്നെ എൻ്റെ ഉമ്മയുടെ തലയോളം എൻ്റെ ഉമ്മ ചേറിലേക്ക് മുങ്ങുന്നത്. 9.5 മാസത്തെ ഗർഭത്യാഗത്തിന് ഒരു മകൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങുന്ന മാതൃത്വത്തിൻ്റെ എത്രയെത്ര കഥകളാണ്. ജീവിച്ചിരിക്കുന്നവർക്കേ ഈ കഥകൾ പറയാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ മരണപ്പെട്ടവർക്ക് എന്തൊക്കെ കഥകൾ പറയാനുണ്ടായിരിക്കും.